ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹാജരായില്ലെങ്കിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുവാൻ സാധ്യത. സ്വർണം പൂശിയവയും തകിട് പതിച്ചവയും ചെമ്പെന്നെഴുതിയവരും ഒക്കെ അകത്താകും. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നത് അതാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വളരെ കൃത്യമാണ്. ഇനി ആർക്കും ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. വാസുവിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനിയുമുണ്ട് ഉന്നതർ. ആ ഉന്നതരിലേക്കുള്ള അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പലരും അകത്താകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒളിച്ചു കളിക്കുകയാണ് എ പത്മകുമാർ. ഇനിയും അത്തരത്തിൽ ഹാജരായില്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന് പലവട്ടം നോട്ടീസ് നൽകി കഴിഞ്ഞു. അടിയന്തരമായി ഹാജരാകണമെന്നുള്ളതാണ് നോട്ടീസ്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അന്നും ഈ ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഹാജരാകാൻ സാധിക്കില്ല എന്ന അന്വേഷണ സംഘത്തെ അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ എത്ര നാൾ പത്മകുമാറെ നിങ്ങൾക്ക് ഒളിച്ചു കളിക്കാൻ കഴിയും? ഒപ്പം തന്നെ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വാസു ഇപ്പോൾ റിമാൻഡിലുമാണ്. ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യും. CPM നേതാവായിട്ടുള്ള വാസു നമുക്കറിയാം മുൻ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. CPM